നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ? റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ഫുൾ ചിക്കൻ ഫ്രൈ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 2 കിലോ മീറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ചിക്കൻ, അത് 2 കിലോ മീറ്റ് മാത്രം 2 കിലോ ഉണ്ട്. അപ്പോൾ ചിക്കൻ എടുത്ത് നമുക്കിതേ കൂട്ട് ഒന്ന് വരങ്ങി കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വരങ്ങി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 മാരിനേഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മാരിനേഷന് വേണ്ട സാധനങ്ങളാണിത്: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി, ഇനി ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ചതച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു ഫുൾ മുട്ട ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും മുളക് പൊടിയും ആ കറിവേപ്പിലയും കൂടെ ഒക്കെ തിരുമ്പുമ്പോൾ തന്നെ നല്ല അസാധ്യ മണമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് ഒരു 2 മണിക്കൂർ നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞു. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് മാരിനേഷൻ ചെയ്ത് വെച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ ചെയ്തപ്പോൾ കുറച്ച് മസാല ബാലൻസ് ഉണ്ടായിരുന്നു. ആ മസാലയുടെ മേലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ മേളിലേക്ക് ഇത് പുരട്ടി കൊടുക്കാം. പുരട്ടി കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം ആ ഏത് ഓയിലിൽ വേണേലും ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി, നല്ല കുഴിവുള്ള ഒരു ചീനിച്ചട്ടി ഈ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ആദ്യത്തെ ഒരു 3 മിനിറ്റോളം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കായിട്ട് സെറ്റ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ ഇതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് പിന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഓരോ ഭാഗവും കുറച്ച് നേരം ഇട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇടാവുന്നതാണ്.
ചിക്കൻ്റെ ഓരോ സൈഡും നമ്മൾ 2 റൗണ്ട് വറുത്ത് എടുക്കണം. അപ്പോഴേ ചിക്കൻ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ നിന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല റെഡിഷ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈയുടെ മേലിലിടാനായിട്ട് നമ്മളൊരു 10-12 ചുവന്നുള്ളി, ഒരു 6 വെളുത്തുള്ളി, ഇത്രയും സാധനം നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ച മസാല ബാക്കിയുണ്ട്, അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 6 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്ത് കോരി ഇങ്ങെടുക്കാം. വറുത്ത് കോരിയെടുത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിക്കൻ വറക്കുന്നവർ ഇതേകൂട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതേകൂട്ട് ഒന്ന് വറുത്ത് കോരുന്നത് നമ്മുടെ ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.